നീ എന്നെ ഇവിടെ? പ്രിയൻ എന്താ ഇവിടെ? ഞാനിവിടെ ഇയാളെ പ്രൊഡ്യൂസറെ പിടിക്കാമെന്നാണെന്ന്. നീ എന്നെ ഇവിടെ? സാറിന്റെ മോൾ ഇവിടെ കോഫി ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ കൂട്ടുവന്നാ. നീ വല്ലതും കഴിച്ചായിരുന്നു? ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു കാപ്പി പോലും. നീ വന്നേ, ചായ മേടിച്ചെന്ന്. ചേട്ടാ 2 ചായ, ഒരു സ്ട്രോങ്ങും. നിനക്ക് സ്ട്രോങ് വേണോ ലൈറ്റ് വേണോ? എന്താ? അല്ല, സ്ട്രോങ് ചായ വേണോ ലൈറ്റ് വേണോ? ഏതായാലും മതി. അപ്പോൾ ഒരു സ്ട്രോങ്ങും ഒരു മീഡിയം എടുത്തോ. ഓ ശരി. വടയുണ്ട്. പഴം വേണോ? അയ്യോ വേണ്ട, മതി. ആദ്യമായിട്ടാണല്ലേ? അതൊന്നും മറിച്ചിട്ടു, അല്ലെങ്കിൽ മൊരിയത്തില്ല. പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കാൻ വേണ്ടിയോ? പ്രിയ, നീ ഇത്ര സാധുവായി പോയല്ലോ. സിനിമ എന്നൊക്കെ പറയുന്നത് വേറൊരു ലോക. ഒരു കാര്യം ചെയ്യാം, നിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോണ പയ്യന്റെ വീട്ടുകാരോട് ഞാൻ പറയാൻ കാര്യങ്ങൾ. ഏയ്, അതൊന്നും വേണ്ടാന്നേ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കാനല്ല, മുടങ്ങാനാ ചാൻസ്. എന്നാണേലും വൈശാഖൻ സാറിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ. നീ അധികം വെയിലൊന്നും കൊള്ളാറില്ല, വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. നീ എന്നെ അതിനെ പേടിക്കുന്നത്? ഞാൻ കരുതിയത് എനിക്കൊന്നും ഇങ്ങനെ ഉണ്ടാകുകയില്ലെന്നാ. എന്ത്? വട കഴിക്കുന്ന? വേണ്ട. എന്റെ ആദ്യത്തെ പടത്തിന്റെ പൂജയാണ്. പൂജയ്ക്ക് എല്ലാവരും വരണം. ഞാൻ ചിലപ്പോ ഓഫീസിലായിരിക്കും, ലീവ് കിട്ടുമെന്നറിയില്ല. നീ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവാതെ, ഒക്കെ നടക്കും. എനിക്കൊരു ഡിപ്രഷനും ഇല്ല. അമ്മേ, ഈ സമയം എന്ന് പറയുന്ന സംഗതി ഏറ്റവും കൂടുതൽ കളിക്കുന്നത് കല്യാണക്കാര്യത്തിലും സിനിമയിലോ. എത്രയൊക്കെ ഒരുങ്ങിയാലും രണ്ടും നടക്കാൻ അതിൻ്റെതായ സമയമെടുക്കും. എടാ, നിനക്കറിയാലോ, 3 വർഷമായി ഞാൻ ഈ സിനിമയുടെ പുറകെ കൂടിയിട്ട്. എടാ, സിനിമയിൽ വന്നു കഴിയുമ്പോഴാ ഈ ഭാഗ്യം, വിശ്വാസം, വിധി ഇതിലൊക്കെ നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. മുമ്പ് ഞാൻ ഒരു യുക്തിവാദിയൊക്കെ ആയിരുന്നു. ദൈവം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ അവൻ്റെ കൈ ഞാൻ വെട്ടും. പക്ഷേ ഇതാ, സിനിമ തുടങ്ങാറായപ്പോൾ പ്രത്യേകം പൂജിച്ച് കെട്ടിയതാ മൂകാംബിക്കുന്നു. കണ്ടോ? നിക്ക്, ഇതേ വിജയസൂക്ത മോതിര. ഇതിട്ട പടം 100 ദിവസം ഓടുമെന്നാ മാധവസ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ശത്രു സംഹാര ഹോമത്തിന് ഇന്ന് ചീട്ടെടുത്തിട്ടുണ്ട്. ഇത് റിലീസിന് നല്ല തിയേറ്റർ കിട്ടാൻ, ഇത് റിലീസിംഗ് ദിവസം മഴ പെയ്യായിരിക്കാൻ, ഇത് കൂടെ ഇറങ്ങുന്നവരുടെ പടം 8 നില പൊട്ട. ഇനിയുണ്ട്. സോറി, ഇനി 4-5 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. വേണേ കെട്ടിക്കോട്ടെ. ആവശ്യം വരുമ്പോ ചോദിക്കാം. ഏതാന്ന് വെച്ചാൽ നോക്കിയെടുത്തോ. പടം തുടങ്ങാറാകുമ്പോഴേ നീയും കെട്ടും വൈശാഖ് ഇതൊക്കെ. അമ്മേ, ചേച്ചി, ഞാൻ പോണു. പൂജയ്ക്ക് വരണേ. സ്വാമിയേ ശരണമയ്യപ്പ. അന്തോണീസ് പുണ്യാള പഠിച്ചോനെ കത്തോളൂ. ഇവിടെയാണ് നമ്മുടെ ഇന്റർവെൽ. എന്തോ ഒരു ശബ്ദം. എവിടെ നിന്നാണത്? ഇന്റർവെല്ലായി. ഓ, വളരെ സന്തോഷമായി. കുറച്ച് കാലത്തിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി. ഞാൻ മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു കയറില്ലട്ടാ. സെക്കൻഡ് ഹാഫ് എനിക്ക് കാണണ്ട. കളിയാക്കുകയാണോ? ഇതുപോലുള്ള കഥകളെടുത്ത് നിങ്ങളല്ലേ പ്രേക്ഷകരെ കളിയാക്കുന്നത്? എഴുതിക്കാണിപ്പ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഉറങ്ങി. ആരോ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ഈ പടം കാണില്ല. വയറ്റിലുള്ള കോഴി വരെ കൂവില്ലേ? അനാവശ്യം പറഞ്ഞോളൂ. ഇതെന്താ അനാവശ്യം? ഈ പടം എങ്ങാൻ റിലീസ് ചെയ്താൽ ഇറങ്ങുന്ന തിയേറ്ററിൽ പോയി നോക്ക്. അവിടെ കേൾക്കുന്ന അനാവശ്യമായിരിക്കുള്ള അനാവശ്യം. അപ്പൊ ഞാൻ പോകുന്നു. മക്കളെ പ്രിയ, ഈ മാതിരി ഈ ചാണാപ്പുളി കഥയായിട്ട് എന്നാൽ പ്രൊഡ്യൂസർമാരെ ആയിരിക്കും കിട്ടുക, വേറെ ചെറുതായിരിക്കും കിട്ടുക. അത് വാങ്ങിക്കാൻ റെഡി ആയിക്കോ. ആരാണ് ഈ റാസ്കൽ? ബ്ലഡി ഫൂൾ! ഇവന് സിനിമയെ കുറിച്ച് എന്ത് കിഴങ്ങാണ് അറിയാവുന്നത്? ഞാൻ ആരാണെന്ന് കരുതി? ആള് ഭയങ്കര പാവാ സാറേ. ഉള്ളതുപോലെ പറയുന്ന പ്രകൃതമാ. ഈ കഥ കേട്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു?
അല്ല സാറിൻ്റെ കഥയിലൊക്കെ കാര്യമുണ്ട്. പക്ഷേ സാറേ നമുക്കൊരു കഥ ഇഷ്ടപ്പെടുന്ന എപ്പോഴാണ്? ആ കഥ നമ്മുടെയും കൂടിയാണെന്നുള്ള തോന്നൽ വരുമ്പോഴല്ലയോ? ഇപ്പം തന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പുഴയുണ്ട്, തോനക്കാട് പുഴ. അതിനകത്ത് ഞങ്ങൾ കുടിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ തോന്നുക അത് ഞങ്ങളുടെ തന്നെ പുഴയാണ്. പക്ഷേ അത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുടിച്ചാൽ തോന്നൽ വരികയില്ലെന്നേ, അകന്ന് നിൽക്കും. എന്ന് പറഞ്ഞ പോലെ സാറിൻ്റെ കഥാനായകൻ്റെയൊക്കെ കാര്യം അകന്ന് നിൽക്കുക. എങ്ങനെ അകന്നു നിൽക്കുന്നു? എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നു, അതിലെന്താണ് ഇപ്പം? എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ ജീവിക്കാൻ അങ്ങ് തുടങ്ങുമ്പോഴല്ലേ സാറേ കേൾക്കുന്നവർക്ക് ഒരു സന്തോഷം ആവേശമൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ സാറിന്റെ നായികയ്ക്ക് അവക്ക് നിരാശയാന്നേ. അവൾക്ക് ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ലേ? അവൾക്കും മരണം മാത്രമേ മുന്നിലുള്ളൂ. സാറിനോടൊക്കെ എന്നാ പറയണ്ടേ സാറേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറേ തുമ്പികളുണ്ട്. 4-5 ദിവസം മാത്രം ജീവിക്കുന്ന തുമ്പികൾ. സാറ് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഈ തുമ്പിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പമ്മി പോകും. ഞങ്ങളുടെ കൈ ഇങ്ങനെ അടുത്തെത്തുമ്പോഴത്തേക്കും അത് പറഞ്ഞു. എന്നാ കാര്യം? അതിനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഉള്ളിലേ, അതാ. മനപ്രയാസം വന്നിട്ട് ഓരോരുത്തർ ചാകാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലോകം ഇല്ലാണ്ടാവുമല്ലോ. സാറേ പ്രശ്നങ്ങൾ വന്നിട്ട് നിരാശപ്പെടാതെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിനെ എനിക്കറിയാം. അപ്പുറത്ത് വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാണ്. അയ്യോ ഹലോ, ഇപ്പൊ പറഞ്ഞിട്ട് 100 ആയുസാ. ഇതാ ഞാൻ പറഞ്ഞിരുന്ന വൈശാഖ സാർ, ഡയറക്ടർ. ആ ഇവിടുത്തെ സാറിന്റെ മോളാ. രണ്ടുപേരും നല്ല ഫ്രണ്ട്സിനെ പോലെ. എനിക്കറിയാം, ഇവരെ നിന്നെ കാണാൻ വന്നിരുന്നു. തനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ. ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ സിനിമ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ? അച്ചായ കൈവിട്ടാലും നമുക്കൊരു പ്രൊഡ്യൂസർ ആയില്ലേ? ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. അറിയാം. സാറിന്റെ മോളെന്ത് ചെയ്യുന്നു? അവള് പഠിക്കുക. എന്തിനു പഠിക്കുന്നു? MSc. ആ കുട്ടി ഒന്ന് പറയട്ടെ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അവൾക്ക് വലിയ ഡയറക്ടേഴ്സിനോട് സംസാരിക്കാൻ പേടിയാ. അച്ഛൻ ബിസിനസ് ചെയ്യാ. അച്ഛൻ സിനിമയൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ ഏറ്റവും നല്ല ബിസിനസ് സിനിമ ബിസിനസ് ആണ്. പക്ഷേ നല്ല ഡയറക്ടേഴ്സ് ഇല്ലല്ലോ. പ്രിയ, ശരി. താൻ കാല് പിടിച്ചുകൊണ്ടാ ഞാൻ ഈ കഥയായിട്ട് ഇങ്ങോട്ട് വന്ന്. അവളുടെ ആ ചിരിയും കളിയൊന്നും എനിക്കത്ര പിടിച്ചിട്ടില്ല. വേഷവും വർത്താനവും ഒന്നും ജോലിക്കാരുടെ ഒരു നിലയ്ക്കുമല്ല. പക്ഷേ മറ്റേ കുട്ടി, എന്താ എൻ്റെ പേര്? രേവതിയോ? ആ നല്ല പേര്. അതിൻ്റെ ആ വിനയം കണ്ടു, ആ എളിമ കണ്ടു. മീരയും പാവാ. ഞാനും മീരയൊക്കെ ഏതാണ്ട് ഒരു സ്വഭാവമാ. ഒരുപാടങ്ങ് സംസാരിക്കുന്നേ. പിന്നെ സാർ ആ രേവതിയുടെ സിനിമാക്കാരിയൊന്നും പറയണ്ടായിരുന്നു. അതൊക്കെ മോശമല്ലേ സാറേ? ഞാൻ പറഞ്ഞില്ലയോ പ്രൊഡ്യൂസർ നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാന്നേ. ആദ്യം ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറിലെ അച്ചായൻ, അയാളോട് ഈ കഥയെന്ന് പറഞ്ഞ് അയാളെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതൊക്കെ ആക്കാം. പക്ഷേ സാറിൻ്റെ കഥയിൽ ഞാൻ അല്പം മാറ്റങ്ങളൊക്കെ വരുത്തുക.